ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാണേ. കുറേ ദിവസമായിട്ട് അധികം ശക്തിയില്ലെങ്കിലും ഇങ്ങനെ രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയെക്കാട്ടിലും കൂടുതൽ കാറ്റാണ്. തെങ്ങൊക്കെ ആടി ഉലയുന്നത് കണ്ടോ? നമ്മുടെ തൊട്ടപ്പുറമൊക്കെ കവുങ്ങും തെങ്ങും എല്ലാം ഉണ്ട്. കാറ്റിന് ഭയങ്കര ശക്തിയിൽ ആടി മറിയുന്നുണ്ട് എല്ലാം. ഈ പുല്ലൊക്കെ വെട്ടിയെടുക്കാനായേ എല്ലാം കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് വെട്ടിയെടുക്കുക എന്ന് പറയുന്നത് നയിപ്പ് പിടിച്ച പണിയാണ്. എല്ലാം മണ്ണൊക്കെ തെറിച്ചപ്പടി നാശമായി പോയിട്ടുണ്ട്. ഇതൊരുമിച്ച് വെട്ടിയെടുത്തില്ലെങ്കിൽ അതവിടെ കിടന്ന് ചീഞ്ഞ് നാശമായി പോവുകയും ചെയ്യും. പശുക്കൾക്ക് തിന്നാൻ മടിയായിരിക്കും. അതുകൊണ്ട് പരമാവധി സ്പീഡിൽ ഇനി ഇത് വെട്ടിയെടുത്തേ പറ്റുള്ളൂ. ആ കാണുന്ന ഭാഗം ഇന്നാൾ പന്നികൾ വന്നു പോയ ഭാഗമാണ്. അവിടെയൊക്കെ പയ്യെ പുല്ലായി തുടങ്ങിയായിരുന്നു. പയ്യെ മഴ തോർന്ന സമയത്ത് ഞാൻ പയ്യെ പുല്ലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പന്നിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, മണ്ണൊക്കെ കുത്തി കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പയ്യെ ഇറങ്ങി നോക്കിയതായിരുന്നു. അപ്പോൾ ഉണ്ട് ഐസ്ക്രീം പോലെ മുട്ടക്കൂണുകൾ ഇന്നലത്തെ ഇടിക്കായതാണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോഴൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടക്കൂണുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്ക്, അപ്പം ചുട്ടടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്ത് രസമല്ലേ! നല്ല കളറും നല്ല ഷേപ്പും. ഇതെന്ത് ടൈപ്പിലുള്ള കൂണാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ അടുത്തുള്ളവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ല നമുക്ക് എഡിബിളായിട്ടുള്ള കൂണല്ല, ഈ മരക്കൂണൊക്കെ പോലെ ചിലപ്പോൾ വിഷാംശം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. ഇത് എവിടെയൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതതിൻ്റെ താഴേക്ക് പുല്ല് നട്ടതിൻ്റെ താഴത്തെ തൊട്ടിയിലേക്ക് ഞാൻ അത് കണ്ടേച്ച് ഇറങ്ങി നോക്കിയതാണ്. അവിടെയൊക്കെ ഇത് അത്യാവശ്യം പറിക്കാനുള്ളൊരു വലുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നാശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരു പൂപ്പൽ പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വക്കൊക്കെ എന്തോ കടിച്ച് തിന്നിട്ടുണ്ട്. ഇത് അപ്പടി കണ്ടമാനം നാശമായി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിസരം മൊത്തം ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് കൂണുകളാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇത് കാണാൻ. വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. ഈ ഒരു തിണ്ട് ഫുള്ള് കൂണുകളായിരുന്നേ. ഇത് കഴിക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തിലേക്ക് കുറച്ച് പറിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഈ വർഷം കൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂണ് ഇഷ്ടമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഭാഗത്തേക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. എവിടെ ഒരു ഓലേൻ്റെ അടിയിൽ പയ്യെ ഒന്ന് പൊക്കി നോക്കി എന്തോരം ഒന്ന് നോക്കി. ഒക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ ഒരു ഭാഗം ഫുള്ളുണ്ട് കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് നാശമായി തുടങ്ങിയിരുന്നു. മേലെ ഭാഗത്തേക്കൊക്കെ ഉള്ളത് പയ്യെ വിരിഞ്ഞായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം പോയി തുടങ്ങിയിരുന്നു. ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. കുറച്ച് പറിച്ച് നോക്കിയതാണ്. ഈ കൂണിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും വീഡിയോകളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ.